നമസ്കാരം. ഋഷിശൃംഗൻ, ഋഷിയല്ല ഋഷിശൃംഗനാണ്, മഹാമഹർഷിയാണ്. ആ ഋഷിശൃംഗൻ എവിടെയാണ്, എങ്ങനെയാണ് എന്നത് ദശരഥ മഹാരാജാവിന് വസിഷ്ഠമുനി പറഞ്ഞു കൊടുക്കേണ്ടതാണ്. വസിഷ്ഠമുനി പറയുന്ന സമയത്ത് ഋഷിശൃംഗൻ വാസ്തവത്തിൽ ദശരഥ മഹാരാജാവിൻ്റെ മരുമകനായി കഴിഞ്ഞിരുന്നു. അംഗരാജ്യമായ ലോമപാദൻ്റെ അംഗരാജ്യത്ത് എത്തുകയും ലോമപാദൻ നടത്തിയ കന്യാദാനം, അതായത് ദശരഥൻ്റെ മകളെ ഋഷിശൃംഗന് ദാനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ശാന്തയുടെ ഭർത്താവായി ഋഷിശൃംഗൻ മാറിക്കഴിഞ്ഞത്. പക്ഷേ ഈ ഋഷിശൃംഗൻ്റെ പശ്ചാത്തലം വസിഷ്ഠമുനി പറയുകയാണ്. ഋഷിശൃംഗൻ വിഭാണ്ഡക മുനിയുടെ പുത്രനാണ്. ജനിച്ച് 2 വേഴവട്ടക്കാലം, അതായത് 24 വർഷത്തിലധികം കാലം, 25 വർഷത്തോളം ഒരു സ്ത്രീകളെയും കണ്ടിട്ടില്ലാത്ത ആളാണ് ഋഷിശൃംഗൻ. അമ്മയെപ്പോലും കണ്ടിട്ടില്ല. ഒരു പ്രത്യേക ജന്മമായിരുന്നു ഋഷിശൃംഗൻ്റെ. വിഭാണ്ഡകമുനി ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു പുഴക്കരയിൽ. ധ്യാന നിമഗ്നായിരിക്കുമ്പോൾ പുഴയിലൊരു ഒച്ച കേട്ടു. നോക്കുമ്പോൾ ഒരു മനോഹരിയായ സ്ത്രീ നിന്ന് കുളിക്കുന്നു. ഉർവശിയാണ്, അപ്സരസായ ഉർവശി അവിടെ നിന്ന് കുളിക്കുകയാണ്. ഇദ്ദേഹം ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കൂ. ഉർവശിയുടെ ശരീരമേനിയൊക്കെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നിയന്ത്രണമെല്ലാം വിട്ടുപോയി. അങ്ങനെ അദ്ദേഹത്തിന് സ്ഖലനമുണ്ടായി എന്ന് പറയുന്നു. അത് ആ പുഴയിൽ പതിച്ചു. അങ്ങനെ ആ പതിച്ചതിനെ ഒരു മാൻ വന്ന് വെള്ളം കുടിച്ചപ്പോൾ മാനിൻ്റെ ഉദരത്തിലേക്കായി. മാനിൻ്റെ ഉദരത്തിലേക്കായപ്പോൾ മാന് അപ്പോൾ തന്നെ മറ്റൊരു കന്യകയായി മാറി. ആ കന്യകയെ മാറുകയും പ്രസവിക്കുകയും ചെയ്തു. പ്രസവിച്ച കുഞ്ഞിനെ വിഭാണ്ഡകമുനിയുടെ പാദത്തിൽ കിടത്തിയിട്ട് ഈ സ്ത്രീ അപ്രത്യക്ഷമായി. അതൊരു അപ്സരസായിരുന്നു, ദേവകന്യകയായി. ശാപം മൂലമാണ് ഇങ്ങനെ മാനായി അലിഞ്ഞു നടന്നത്. ഇത് ശാപമോക്ഷം കിട്ടാനൊരു അവസ്ഥയായിരുന്നു. ഈ ജനിച്ച കുഞ്ഞിനാണെങ്കിൽ തലയിൽ കൊമ്പുണ്ട്, മാനിൻ്റെ പോലുള്ള കൊമ്പ്. വിഭാണ്ഡകമുനി ഈ കുഞ്ഞിനെ കൊണ്ടുപോയി വളർത്തി. കൊടുങ്കാട്ടിൽ തൻ്റെ ആശ്രമത്തിൽ പൂജാതി കർമ്മങ്ങളും മന്ത്രങ്ങളുമായിട്ട് അവിടെ ഇത് വളർത്തി. ആരുമായിട്ടും ബന്ധമില്ല, ആരെയും കണ്ടിട്ടില്ല. സ്വന്തം പിതാവിന് മാത്രം, വിഭാണ്ഡകമുനിയെ മാത്രമേ അറിയാവൂ. ഈ കുഞ്ഞ് വളർന്നു. വളരെ തീവ്രമായ ഹോമങ്ങളും പ്രാർത്ഥനകളുമൊക്കെ നടത്തി കരുത്ത് നേടിയ മഹാഋഷിയായി, മഹായോഗിയായി ഋഷിശൃംഗൻ വളർന്നു. ആ ഇടയ്ക്കിടെ അങ്ങനെ ഇരിക്കുകയാണ് ഈ ലോമപാദൻ്റെ രാജ്യത്ത് കടുത്ത വരൾച്ചയുണ്ടായി. കടുത്ത വരൾച്ച എന്ന് വെച്ചാൽ വെള്ളം കിട്ടാനില്ല, വെള്ളം കിട്ടാൻ ആളുകൾ കൊല്ലപ്പെടുന്ന അവസ്ഥ. പുഴകളും കിണറുകളും
കുളങ്ങളും എല്ലാം വറ്റി വരണ്ടു. ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത അവസ്ഥ. എല്ലാ ഭൂപ്രദേശവും വരണ്ട് ഉണങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആ രാജ്യം ചെന്നുപെട്ടു. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷ? മഴ പെയ്യുന്നില്ല. മഴ പെയ്യാതെ ഇരിക്കുന്നതിന് എന്ത് കാരണമെന്ന് അന്വേഷിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഒരു വലിയ ദേവപ്രശ്നം വെച്ചു. അപ്പോൾ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞു, പുരോഹിത ശാപമാണിത്. ഏതോ കടുത്ത പുരോഹിത ശാപമാണിത്. പുരോഹിതന്മാരാരോ ശപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വിധം ഇവിടെ കൊടിയ വരൾച്ച നേരിടുന്നത് എന്ന് തിരിച്ചറിഞ്ഞു. ഇത് മാറാൻ എന്ത് വേണം? മഹാനായ ഋഷ്യശൃംഗൻ എന്ന് പറയുന്ന ഒരു ഋഷിയുണ്ട്, വിഭാണ്ഡക മുനിയുടെ പുത്രൻ. അദ്ദേഹത്തെ ഈ രാജ്യത്ത് കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ഈ കൊടും വരൾച്ചയിൽ നിന്ന് ഈ നാടിനെ രക്ഷിക്കാനാവൂ എന്നുള്ളതായി. എങ്ങനെ വിഭാണ്ഡക മുനിയുടെ പുത്രൻ ഋഷ്യശൃംഗനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റും? അപ്പം അതിനെക്കുറിച്ചുള്ള ആലോചനയായി. രാജാവും മന്ത്രിമാരും പ്രജകളും ഒക്കെ ചേർന്ന ആലോചന, പല വിധത്തിലെ ആലോചനകൾ. എങ്ങനെ കൊണ്ടുവരാൻ പറ്റും ഋഷ്യശൃംഗനെ? മനുഷ്യ വർഗത്തിൽപ്പെട്ട മറ്റൊന്നിനെ കണ്ടിട്ടില്ലാത്ത ഋഷ്യശൃംഗൻ, അച്ഛനെ അല്ലാത്ത കൊടുങ്കാട്ടിൽ ജീവിക്കുന്ന ഋഷ്യശൃംഗനെ എങ്ങനെ ഈ രാജ്യത്തെത്തിക്കാൻ പറ്റും? പല വഴികളും ആലോചിച്ചു. ഒന്നും നടക്കാത്ത ആലോചനകളാണ്. പലരും പല വഴികൾ നിർദ്ദേശിച്ചുകൊണ്ട് രാജാവിനടുത്തു. അതെല്ലാം തന്നെ ആദ്യമേ തന്നെ തള്ളിപ്പോവുകയാണ്. അതൊന്നും നടക്കാത്ത അപ്രായോഗികമായ നിർദ്ദേശങ്ങളാണ് പലരും മുന്നോട്ട് വയ്ക്കുന്നത്. ഋഷ്യശൃംഗൻ സ്വമനസാല് വരണമല്ലോ. വന്നാൽ മാത്രമേ ഈ നാട്ടിൽ മാറ്റം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഒരു വൃദ്ധ സ്ത്രീ അവിടെ രാജാവിനെ കാണുവാൻ വന്നു. അപ്പോൾ രാജാവിൻ്റെ കാര്യവിചാരിപ്പുകാരുണ്ട്. അവർക്ക് രാജാവിനെ കാണണം എന്ന് ഈ വൃദ്ധ സ്ത്രീ പറഞ്ഞപ്പോൾ രാജാവുള്ള ദുഃഖത്തിലും ഇപ്പോൾ ആരെയും കാണാനുള്ള മാനസികാവസ്ഥയിലല്ല, പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, എനിക്കിപ്പോൾ കണ്ടേ പറ്റൂ. രാജാവിനെ ബാധിച്ചിരിക്കുന്നതും രാജ്യത്തെ ബാധിച്ചിരിക്കുന്നതുമായ ഒരു പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ്, എനിക്ക് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ തർക്കിച്ച് നിൽക്കുന്ന കാര്യം ലോമപാത രാജാവ് പറഞ്ഞു. അപ്പോൾ തന്നെ ചാരന്മാർ മുഖേന അറിയുമല്ലോ. അപ്പോൾ രാജാവ് പറഞ്ഞു, അവരെ കയറ്റിവിടാൻ പറഞ്ഞു. അങ്ങനെ ആ സ്ത്രീ കയറി ചെന്നപ്പോൾ രാജാവ് അവരെ ആദരപൂർവ്വം സ്വീകരിച്ചു. പ്രായമായ സ്ത്രീയാണ്. എന്താ കാര്യം പറഞ്ഞു. അവർ പറഞ്ഞു, ഞാൻ ഋഷ്യശൃംഗനെ ഇവിടെ എത്തിക്കാം. ഋഷ്യശൃംഗനെ എത്തിക്കാമെന്ന് പറഞ്ഞു. നമ്മുടെ രാജ്യത്തിൻ്റെ ഈ ദുരന്താവസ്ഥ മാറ്റാൻ ഞാനിവിടെ എത്തിക്കാം. അതിന് രാജാവ് ചോദിച്ചു, എങ്ങനെ? എൻ്റെ മകൾ വളരെ മിടുക്കിയാണ്, വളരെ സുന്ദരിയുമാണ്. എൻ്റെ മകളെ ഞാൻ അതിലേക്ക് വേണ്ടി നിയോഗിക്കാം. അവർ കൂട്ടിക്കൊണ്ടുവരും. അതിനുള്ള സൗകര്യം ചെയ്തു തരണം. അപ്പോൾ രാജാവ് സമ്മതിച്ചു. എന്നാൽ ശരി. അങ്ങനെ മകളെ അയക്കാൻ തീരുമാനിച്ചു. വൃദ്ധ പറഞ്ഞതനുസരിച്ച് ഒരു പ്രത്യേക ആശ്രമം തന്നെ ആ ചങ്ങാടത്തിൽ കെട്ടിയുണ്ടാക്കി. ഈ ചങ്ങാടത്തിൽ കയറി ഈ വൃദ്ധയുടെ മകളും കൂട്ടുകാരികളും താപസവേഷം ധരിച്ച് സന്യാസിനിമാരായി നേരെ ചെല്ലുകയാണ്. ഋഷ്യശൃംഗൻ്റെ ആശ്രമത്തിലേക്ക് ചെല്ലുകയാണ്. ഋഷ്യശൃംഗൻ്റെ ആശ്രമത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഋഷ്യശൃംഗൻ ഇങ്ങനെ പ്രാർത്ഥനയിലാണ്. വിഭാണ്ഡക മുനിയില്ല.
ചെന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോൾ കണ്ടതും ഒരു വളരെ മനോഹരിയായ സ്ത്രീയാണ്. അപ്പോൾ ഈ ഋഷിശങ്കർ നോക്കിയപ്പം വളരെ മനോഹരമായ നിൽക്കുന്ന ഒരു യുവാവ്. ആണുങ്ങളെ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. മറ്റൊരു താപസകുമാരൻ, തന്നെപ്പോലെ മറ്റൊരു താപസകുമാരൻ, പക്ഷേ താടിയൊന്നുമില്ല, മീശയില്ല, വളരെ സുന്ദരമായിരിക്കും, നല്ല പല്ലുകൾ, കാണാൻ അതിമനോഹരം, വളരെ സന്തോഷം. ഇങ്ങനെ കണ്ട് അത്ഭുതത്തോട് നോക്കി ചിരിക്കുന്നത് വളരെ മനോഹരം. ഇങ്ങനെ വളരെ മനോഹരമായി സംസാരിക്കുകയും കാര്യങ്ങൾ ഇടപെടുകയും ചെയ്തു. അപ്പോൾ ഈ വൃദ്ധ പറഞ്ഞതിനപ്പുറമായി തന്നെ ഈ പെൺകുട്ടി ഋഷിശങ്കരുമായി അടുത്ത് ഇടപഴകാൻ തുടങ്ങി. ദേഹത്ത് തട്ടുക, മുട്ടുക. അപ്പോൾ ഇതിലൊക്കെ ഋഷിശങ്കർ അങ്ങ് വളരെ വലിയ എന്തോ ഒരു പ്രകോപിതനായി. കൊള്ളാമല്ലോ ഈ സുഹൃത്ത്, നല്ല സുഹൃത്ത്. അപ്പോൾ ഇങ്ങനെയെന്ന് വളരെ കുറേ സമയം സംസാരിച്ചു നിന്നിട്ട് സംസാരം ഈ സമയം പോയത് അറിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ അങ്ങനെയാണല്ലോ സംസാരിച്ച് ഇങ്ങനെ ഒരു പെട്ടെന്ന് കട്ട് ചെയ്ത് മാറിപ്പോകുമല്ലോ. അപ്പോഴല്ലേ കൂടുതൽ സംസാരിക്കാൻ വീണ്ടും താല്പര്യം തോന്നും. അപ്പം അങ്ങനെ നിന്ന് സംസാരിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ പെൺകുട്ടി താപസി അവിടെ നിന്നും എനിക്ക് എൻ്റെ ആശ്രമത്തിൽ പൂജയ്ക്കുള്ള സമയമായി, തൊട്ടടുത്ത ആശ്രമത്തിൽ ഉള്ള താമസിക്കുന്ന താപസനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിചയപ്പെടുന്നത്. പോകാൻ സമയമായി, അവിടുത്തെ പൂജാതി കർമ്മങ്ങൾ ചെയ്യണം, കുറച്ച് അകലെയാണ്, പോകണം എന്ന് പറയും. പെട്ടെന്ന് പോയി. ഇവർ പോകുന്ന അവിടേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഋഷിശങ്കർ കുറേ സമയം നിന്നു. അവിടെ തന്നെ കണ്ണും വായിച്ചു നിന്നു. അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം വിഭാണ്ഡക മുനി വരുമ്പോൾ അവിടെ വിളക്ക് കൊളുത്തുകയോ പൂജാതി കർമ്മങ്ങളൊന്നും ഒന്നും ചെയ്തിട്ടില്ല. വിളിച്ചിട്ട് കാണാനില്ല ഋഷിശങ്കർ. നോക്കിയപ്പം പിൻഭാഗത്ത് അവിടെ ഇരിക്കുക, എങ്ങോട്ടോ നോക്കിക്കൊണ്ടിരിക്കുക. എങ്ങനെയാണ് ഉണ്ണി എന്ത് പറ്റി ഇങ്ങനെ പുള്ളി ഇങ്ങനെ വേറെ ഇങ്ങനെ ആലോചിച്ചു. വേറെ ലോകത്താണ്, മനോലോകത്താണ് വേറെ. അപ്പോൾ ഇങ്ങനെ വിളിച്ച് അപ്പോൾ ഇത് വിഭാണ്ഡക മുനിയോട് ഋഷിശങ്കരൻ വന്ന അതിഥിയെക്കുറിച്ച്, ഇന്ന് നമ്മുടെ ഇവിടെ ഒരു അതിഥി വന്നു, ആ അതിഥി വന്നതിനെ ആ അതിഥിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി. ഈ പറഞ്ഞു, എന്നെപ്പോലെ ഇങ്ങനെ നമ്മെപ്പോലെ മുഖത്ത് താടിയും ഇതൊന്നുമില്ല, വളരെ മിനുസമുള്ള മുഖമാണ്, ഇതൊക്കെ പറഞ്ഞു കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ വിഭാണ്ഡക മുനിക്ക് മനസ്സിലായി ഏതോ പെൺകുട്ടികളിലൂടെ വന്നു എന്ന് മനസ്സിലായി. സ്ത്രീകളാരുമാണ്. വിഭാണ്ഡക മുനി പറഞ്ഞു, ഒരു രക്ഷസാണ് ഇവിടെ വന്നത്. ഉണ്ണി അപകടമാണ്, ഉണ്ണിയെ അപകടപ്പെടുത്തുവാൻ ഒരു രക്ഷസാണ് വേഷന്മാർ വന്നിരിക്കുന്നത്, അവരുമായി അടുക്കരുതെന്ന് പറഞ്ഞു. ഇവിടെ അടുത്തൊരു ആശ്രമത്തിലാണ് അവർ തപസ്സനുഷ്ഠിക്കുന്നത് പറഞ്ഞു. അവിടുത്തെ താപസനാണെന്ന് പറഞ്ഞു. വേണ്ട പോയി പറയും, ഇവിടെ അടുത്തൊന്നും അങ്ങനൊരു ആശ്രമമില്ലല്ലോ. അങ്ങനെ പറഞ്ഞു. എങ്കിലും വിഭാണ്ഡക മുനിയുടെ മനസ്സിൽ ഒരറിയാതെ ഉത്കണ്ഠ ഇങ്ങനെ കൂടി. 2-3 ദിവസം വിഭാണ്ഡക മുനി അവിടെ മുഴുവൻ അന്വേഷിച്ചു. ആ പ്രദേശം ആകെ നോക്കി, പരതി നോക്കിയോ. ആശ്രമമില്ലല്ലോ. ഇവർ ചങ്ങാടത്തിലാണല്ലോ, ചങ്ങാടത്തിന് മാറ്റിയിട്ടല്ലോ. അതിന് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വിഭാണ്ഡക മുനി ഇല്ലാത്ത സമയം നോക്കി ഇതേപോലെ ഇത് വന്നു, ഈ പെൺകുട്ടി വന്നു. വന്നിടം ദൂരെ നിന്ന് കണ്ടോടം തന്നെ ഋഷിശങ്കരൻ ഓടി അങ്ങ് ചെന്ന് എവിടെയായിരുന്നു ദിവസം ഞാൻ വിഷമിച്ചു, അങ്ങനെയും കാര്യങ്ങളൊക്കെ വളരെ കണ്ടില്ലല്ലോ, എനിക്ക് എൻ്റെ സുഹൃത്തിനെ കാണാതിരിക്കാൻ കഴിയില്ല എന്നുള്ള മട്ടിലേക്ക് വളരെ എൻ്റെ കൂട്ടുകാരനെ കാണാൻ കഴിയില്ല. ആ സ്നേഹം പങ്കുവയ്ക്കലായി. അപ്പോൾ ആ സ്നേഹം അപ്പോൾ ഇത് തന്നെയാണ് അവസരമെന്ന് ആ പെൺകുട്ടിക്ക് മനസ്സിലായി. അത് പറഞ്ഞു, നമുക്ക് സ്വൈരമായി എൻ്റെ ആശ്രമത്തിൽ പോയിരുന്ന് സംസാരിക്കാം. ഇത് കേട്ട മാത്രമേ തന്നെ ഋഷി നമുക്കിപ്പോൾ തന്നെ പോകാമെന്നായി, ഉടൻ തന്നെ പോകാമെന്ന്. അങ്ങനെ ഉടൻ തന്നെ ഈ പെൺകുട്ടിയോടൊപ്പം നേരെ ആ ചങ്ങാടത്തിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് മറ്റ് കൂട്ടുകാരികളും ഉണ്ടല്ലോ താമസം. അപ്പോൾ നോക്കിയപ്പോൾ ഇത് കുറേ പേരുണ്ട്. സന്തോഷത്തിൽ ഋഷിശങ്കരനെ അങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന് ലോമപാദ രാജ്യത്തിലേക്ക് പദം ഊന്നുമ്പോൾ തന്നെ ഭയങ്കരമായ മഴ പെയ്യാൻ തുടങ്ങി. ലോമപാദ മഹാരാജാവ് അവിടെ ചെന്ന് നിന്ന് അതിർത്തിയിൽ ചെന്ന് നിന്ന്
പാദത്തിൽ വീണു നമസ്കരിച്ചു ഋഷ്യശൃംഗൻ്റെ. അപ്പോൾ ഋഷ്യശൃംഗന് പെട്ടെന്ന് താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലായി. പക്ഷേ ഈ പാദത്തിൽ വീണ് കിടന്നുകൊണ്ടൊരു രാജാവ് തൻ്റെ പ്രജകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഋഷ്യശൃംഗൻ ശാന്തനായി. സ്വന്തം ജനതയ്ക്ക് വേണ്ടി ഈ വിധം ഒരു തീരുമാനമെടുത്ത രാജാവിനെ കുറ്റം പറയാനാവില്ലല്ലോ. അങ്ങനെ ലോമപാത മഹാരാജാവിനോട് ക്ഷമിക്കുകയും ഋഷ്യശൃംഗനെ ലോമപാത മഹാരാജാവ് കൂട്ടിക്കൊണ്ട് നേരെ കൊട്ടാരത്തിലേക്ക് പോവുകയും ചെയ്തു. കൊട്ടാരത്തിൽ കൊണ്ടുചെന്ന് ദാനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ദാനമായ കന്യാദാനം, അതായത് സ്വന്തം പുത്രിയെ ശാന്തയെ അദ്ദേഹത്തിൻ്റെ പത്നിയായി കൊടുത്തു. ഈ വിധത്തിലാണ് ലോമപാത രാജാവിൻ്റെ മരുമകനായി, ദശരഥ മഹാരാജാവിൻ്റെ മരുമകനായി ഋഷ്യശൃംഗൻ മാറി. ഇക്കാര്യം വസിഷ്ഠമുനി പറയുമ്പോൾ വാസ്തവത്തിൽ സ്വന്തം മകളെ മറ്റൊരാളിന് കെട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരം അന്ന് ലോമപാത മഹാരാജാവ് ദശരഥ മഹാരാജാവിനെ അറിയിച്ചിരുന്നില്ല. അറിയിക്കേണ്ട വസ്തുത അറിയിച്ചില്ല. പക്ഷേ ദശരഥ മഹാരാജാവിന് ഇത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. തൻ്റെ മകളുടെ ഭർത്താവാണ് ഋഷ്യശൃംഗൻ എന്നറിയുമ്പോൾ ഞാൻ ചെന്ന് വിളിക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം കൂടി വരാതിരിക്കില്ലല്ലോ. അങ്ങനെ ദശരഥ മഹാരാജാവ് വലിയ പരിവാരങ്ങളോടെ നേരെ ലോമപാത മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തുകയാണ്. ദശരഥ മഹാരാജാവ് ആ രാജ്യം സന്ദർശിക്കുന്നു എന്ന് അറിയുമ്പോൾ തന്നെ വളരെ വലിയ ഒരുക്കങ്ങളോടെയാണ് ലോമപാത മഹാരാജാവ് വന്ന് ദശരഥ മഹാരാജാവിനെ സ്വീകരിച്ചു കൊണ്ടുപോകുന്നു. അവിടെ പോയി തങ്ങി ഈ വിഷയം രണ്ടുപേരും ചേർന്ന്, ദശരഥ മഹാരാജാവും ലോമപാത രാജാവും ചേർന്ന് ഒന്നിച്ച് ഋഷ്യശൃംഗനോട് അഭ്യർത്ഥിക്കുകയാണ് പുത്രകാമേഷ്ടി യാഗം നടത്തുവാൻ അയോധ്യയിൽ എത്തിച്ചേരണം. വലിയ ജ്ഞാനിയായ ഋഷീശ്വരൻ ഋഷ്യശൃംഗന് അപ്പോൾ തന്നെ ജ്ഞാനദൃഷ്ടിയാൽ മനസ്സിലായി പുത്രകാമേഷ്ടി യാഗം താൻ നടത്താൻ പോകുന്നത് ശ്രീഹരിയുടെ മഹാവിഷ്ണുവിൻ്റെ വരവിന് വേണ്ടിയാണ് എന്ന് ഋഷ്യശൃംഗന് മനസ്സിലായി. അങ്ങനെ ഋഷ്യശൃംഗൻ പുത്രകാമേഷ്ടി യാഗം നടത്തുവാനായി വരാൻ തീരുമാനിച്ചു.